കർണാടകയിലെ കൊപ്പൽ ജില്ലയിലുള്ള ഗംഗാവതി താലൂക്കിലെ ഹനുമഹള്ളി എന്ന ഗ്രാമത്തിൽ ലോകപ്രശസ്തമായ ഹംപിയിൽ നിന്നും 29 കിലോമീറ്റർ. നമസ്കാരം, എല്ലാ ഈശ്വര വിശ്വാസികൾക്കും ടെമ്പിൾ വോയേജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വാഹനങ്ങളുടെ നീണ്ട പാർക്കിംഗ് നിര കണ്ടോ? ഇവിടെയാണ് പ്രശസ്തമായ അഞ്ജനാദ്രി ഹിൽസ്. കൂടാതെ ഇന്ന് ശനിയാഴ്ചയും. ഹനുമഹള്ളി എന്നാൽ ഹനുമാൻ്റെ ഗ്രാമം. ദൂരെ കാണുന്ന മലമുകളിലാണ് അഞ്ജനാദ്രി ക്ഷേത്രം. 1536 അടി ഉയരമുള്ള ഒരു പാറമല. നമുക്കൊന്ന് അടുത്ത് കാണാം. തുംഗഭദ്ര നദിയിൽ നിന്നും ജലസേചനത്തിനായി നിർമ്മിച്ച കനാലിന് മുകളിലൂടെയുള്ള ഈ പാലം കടന്നു വേണം മലകയറ്റം തുടങ്ങാൻ. കന്നഡ ഭാഷയ്ക്ക് പ്രാമുഖ്യമുള്ള ഒരു നാട്ടിൽ മറ്റു ഭാഷകളിലുള്ള ഒരു ബോർഡ് പോലുമില്ല. എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല. എവിടെ നോക്കിയാലും കാവി നിറം. എല്ലാ കടകളിലും കൊടികളും തോർത്തും സഞ്ചിയും ടീഷർട്ടും വരെ കാവി നിറത്തിൽ. മലമുകളിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങുന്നതിന് വലതുവശത്ത് അഞ്ജനാദേവിയുടെയും അടുത്ത് ആഞ്ജനേയൻ്റെയും പ്രതിഷ്ഠകൾ. എല്ലാ ഭക്തജനങ്ങളും അവിടെ പ്രാർത്ഥിക്കുന്നു. ചിലർ സെൽഫി എടുക്കുന്നു, എന്നെപ്പോലെ മറ്റു ചിലർ വീഡിയോ എടുക്കുന്നു. ജനത്തിരക്കേറിയ സ്ഥലം. ആർക്കിയോളജിക്കൽ സർവേ സ്ഥാപിച്ചിരിക്കുന്ന അഞ്ജനാദ്രി മലയെക്കുറിച്ചുള്ള ചുരുക്ക വിവരണം. അതിരാവിലെ മല കയറിയവർ തിരികെ വരുന്നു. ഇന്ന് ശനിയാഴ്ച ആയതിനാൽ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സൗകര്യപ്രദമായ വിധത്തിൽ പടികൾ നിർമ്മിച്ച് മരങ്ങളില്ലാത്ത ഭാഗത്ത് നടപ്പന്തലുകൾ നിർമ്മിച്ചിരിക്കുന്നു. വശങ്ങളിൽ ഇരിക്കാനുള്ള സൗകര്യവും ഉണ്ട്. പടികളുടെ വശങ്ങളിൽ ഹിന്ദിയിലും കന്നഡയിലും ജയ് ശ്രീരാം എന്ന ഹനുമാൻ മന്ത്രം കാവി നിറത്തിൽ എഴുതിയിരിക്കുന്നു. രാമായണത്തിലെ കിഷ്കിന്ധയാണിതെന്ന് ചരിത്രകാരന്മാർ പറയുന്ന സ്ഥലത്താണ് ഈ അഞ്ജനാദ്രി മല സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരിക്കലും സംഭവിക്കൂ എന്ന് പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അഞ്ജനാദേവിയുടെ മകനായി ഹനുമാൻ ജനിച്ച സ്ഥലം, ബാലഹനുമാൻ ആഞ്ജനേയനായി വളർന്ന സ്ഥലം. ഹനുമാൻ ജനിച്ച സ്ഥലമായതിനാൽ അഞ്ജനാദ്രി മല എന്നറിയപ്പെട്ടു. ഹനുമാൻ ജനിച്ച ഗ്രാമത്തിന് ഹനുമഹള്ളി എന്ന പേരും ലഭിച്ചു. ഐതിഹ്യത്തിൽ മഹർഷി വേദവ്യാസൻ പറയുന്നത് തിരുപ്പതി തിരുമലയിലുള്ള ആകാശഗംഗ എന്ന സ്ഥലത്താണ് ഹനുമാൻ ജനിച്ചത് എന്നാണ്. അവിടെ അഞ്ജനാദേവിക്കും ഹനുമാനും പ്രത്യേക ക്ഷേത്രവും നിത്യപൂജയുമുണ്ട്. അതിൻ്റെ വീഡിയോ പ്രയാണത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യഥാർത്ഥം അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? നമ്മൾ കണ്ടിട്ടില്ലാത്ത രാമായണ കഥകളിലെ കേട്ടറിവ് മാത്രമുള്ള പുരാതന കിഷ്കിന്ധയിലൂടെ. ഇത് കണ്ടോ? എത്ര വലിയ പാറയുടെ അടിയിലൂടെയാണ് പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. തലയിടിക്കാതെ കുനിഞ്ഞു പോകണം. 15ഉം 16ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഈ ക്ഷേത്രത്തിൽ ബാലനായ ഹനുമാൻ പ്രതിഷ്ഠയെന്ന് അറിയുന്നു. അഞ്ഞൂറ്റി പടികൾ കയറി. അപ്പോൾ നമ്മൾ മലയുടെ മുകളിലെത്തി. അഞ്ജനാദ്രി മലമുകളിൽ നിന്നുമുള്ള കാഴ്ചകൾ. വളരെ ദൂരെയായി മാതംഗമലയും തുംഗഭദ്ര നദിയും നദീതടത്തിലെ കൃഷിഭൂമികളും ഹംപി എന്ന നശിപ്പിക്കപ്പെട്ട വിജയനഗര ആസ്ഥാനവും. ഇവിടം മുതൽ വീണ്ടും തിരക്കുണ്ടാവാൻ സാധ്യത. വലത്തോട്ട് തിരിഞ്ഞാൽ ശ്രീകോവിൽ ദർശനത്തിനുള്ള വരിയിലേക്ക്.
ഞാൻ മനസ്സിലാക്കിയത് ഭക്തിയേക്കാൾ ഉപരി മല കയറി വരുന്ന ഈ നാട്ടുകാരായ ഭക്തർ തൊഴുതതിനു ശേഷം തൊട്ടരികിലുള്ള ഈ പാറയുടെ മുകളിൽ സമയം ചെലവഴിക്കുന്നതാണ്. താഴോട്ട് നോക്കിയാൽ പാടങ്ങളും തെങ്ങിൻതോപ്പുകളും തുംഗഭദ്ര നദിയും പാറക്കൂട്ടങ്ങളും. എത്ര വെയിലിരുന്നാലും ചൂടറിയാത്ത വിധത്തിലുള്ള തണുത്ത കാറ്റ്. സാമാന്യം നല്ല തിരക്കിൽ പതുക്കെ മുമ്പോട്ട്. ഒരു ചങ്ങാതി എന്നെ അടുത്തുള്ള ആളിന് കാണിച്ചു കൊടുത്തു. എൻ്റെ ക്യാമറ ഉയർന്നു നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ഇതിനപ്പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കില്ല. ഇവിടെയുള്ളത് ആഞ്ജനേയ പ്രതിഷ്ഠയല്ല. മുകളിൽ എത്തിയിട്ട് വലത്തോട്ട് തിരിഞ്ഞപ്പോൾ കണ്ട കല്ലിൻ്റെ മറുവശത്ത് ഹനുമാന്റെ രൂപം പാറയിൽ ഉളി കൊണ്ട് വരച്ചു വച്ചിരിക്കുന്നു. രാമ സീതാ സുഗ്രീവ ക്ഷേത്രം. തൊട്ടടുത്ത് തന്നെ അഞ്ജനാദേവിക്ക് പ്രത്യേക ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദർശനം കഴിഞ്ഞാലും ഭക്തജനങ്ങൾ ഇവിടെ തന്നെ കുറേ സമയം ചെലവഴിക്കുകയാണ്. മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കി കുടുംബവുമൊത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമൊത്ത് നേരം പോക്കുകൾ പറഞ്ഞ് സന്തോഷകരമായ നിമിഷങ്ങൾ. വഴിപാടായി ഇവിടെ കൊണ്ടുവരുന്ന തേങ്ങകൾ തിരികെ പോകുന്നതിന് മുമ്പ് ഈ അഗ്നികുണ്ഡത്തിൽ ദഹിപ്പിച്ച് ഇവിടെ വലം വയ്ക്കുന്നു. ക്ഷേത്രഭരണത്തിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു. അതും കാവ്യനിറം. കന്നഡ ഭാഷ അറിയാത്തതിനാൽ ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. ഈ മലമുകളിൽ ഒരു ഓഡിറ്റോറിയം, അതും ടൈൽസ് എല്ലാം ഉറപ്പിച്ച് നല്ല വൃത്തിയായിട്ട്. ധാരാളം കുരങ്ങന്മാർ കളിച്ച് നടക്കുന്നു. അഞ്ജനാദ്രിമല ഇവിടെ മങ്കി ഹിൽ എന്നും അറിയപ്പെടുന്നു. അങ്ങനെ പറഞ്ഞാലേ ഇവിടെയുള്ള ഓട്ടോ ടാക്സിക്കാർക്ക് അറിയുകയുള്ളൂ. ഇതൊരു നേർച്ചയാണ്. ജീവിതത്തിൽ സാധിക്കണം എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിച്ച് ഈ പാലമരത്തിൽ നൂല് കെട്ടിയിടുന്നു. പിന്നീട് ആഗ്രഹസാധ്യം നടന്നാൽ ഇവിടെ വീണ്ടും വന്ന് നൂല് അഴിച്ചു കളയുന്നു. ഞാൻ വന്നപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ തിരക്ക്. തിങ്ങി ഞെരുങ്ങി വരി നിൽക്കുന്നു. മനസ്സ് നിറഞ്ഞു തൊഴുതു. തിരികെ ഇറങ്ങുകയാണ്. ഇപ്പോൾ 11:15. താഴെ എത്തി. എനിക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുമോ ഈ കടകളിൽ? ഒരു കരിമ്പിൻ ജ്യൂസ് കട. ജ്യൂസ് കുടിച്ചിട്ടേ ഇവിടുന്ന് ഇനി പോകുന്നുള്ളൂ. കരിമ്പിൻ ജ്യൂസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് കാണണ്ടേ? മലമുകളിൽ നിന്നും താഴെ എത്തുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കും. അതിനായി കരിമ്പ് ജ്യൂസും കരിക്കിൻ വെള്ളവും. കരിമ്പ് ജ്യൂസിന് 40 രൂപ, കരിക്കിൻ വെള്ളത്തിന് 30 രൂപ. വിലക്കുറവാണ്. എല്ലാം ഇവിടെയുള്ള കൃഷി. അഞ്ജനാദ്രിമല എല്ലാവർക്കും ഇഷ്ടമായോ? വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിലേക്ക്.